ട്രംപണ്ണൻ സകല രാജ്യങ്ങൾക്കും മഹാന്മാർക്കൊക്കെ നന്ദി അറിയിച്ച പോസ്റ്റ് ഇട്ടപ്പോഴേ തോന്നിയതാണ് ഇത് ഒരു രാത്രി ഇരുട്ടി വിളിക്കുന്നതിന് മുന്നേ തന്നെ ഹോർമൂസ് അടക്കും എന്നുള്ള കാര്യം. അതിപ്പോൾ സംഭവിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. അങ്ങനെ 21 വരെ വെടിനിർത്തൽ നീളുകയാണെന്നുണ്ടെങ്കിൽ അത്രയും ദിവസത്തേക്ക് ഹോർമൂസ് തുറന്നിരിക്കും എന്നും പറഞ്ഞിട്ട് ഇറാൻ തുറന്നു വിട്ട ഹോർമൂസ് വീണ്ടും പോയി അടച്ചിരിക്കുകയാണ്. കാരണമായിട്ട് അവർ പറഞ്ഞത് ഹോർമൂസ് ഇറാൻ തുറന്നു എങ്കിലും ഇറാനെതിരെയുള്ള ഉപരോധങ്ങൾ പിൻവലിക്കാൻ അമേരിക്ക തയ്യാറായില്ല എന്നുള്ളതാണ് കാരണം. ഇപ്പൊ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ ഇട്ട സമയത്ത് തന്നെ ഞാൻ എൻ്റെ വീഡിയോ തന്നെ ഒരു സംശയം പ്രകടിപ്പിച്ചിരുന്നൊരു കാര്യമാണത്. അതായത് ഹോർമൂസ് തുറന്നു എന്ന് ഇറാൻ പറയുകയും ഇനി ഹോർമൂസിലൂടെ കപ്പലുകൾ സ്വൈരവിഹാരം നടത്തുകയും ചെയ്യുമെന്ന് പറഞ്ഞ സമയത്ത് അതേ സമയത്ത് തന്നെ അമേരിക്കയുടെ ഇറാൻ തുറമുഖങ്ങൾക്കെതിരെയുള്ള അല്ലെങ്കിൽ ഇറാനെതിരെയുള്ള നാവിക ഉപരോധം നിലനിൽക്കുകയും കൂടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് നിലനിൽക്കുന്ന സമയത്ത് എങ്ങനെ ഹോർമൂസിലൂടെയുള്ള ഗതാഗതം സുഗമമാവും എന്നുള്ളൊരു കൺഫ്യൂഷൻ അപ്പം തന്നെ ഉണ്ടായിരുന്നു. അതായത് ഒരു ബിൽഡിങ്ങിനകത്ത് 2 ഡോർ ഉണ്ടെന്ന് വിചാരിക്കുക, ഒരു ഡോറ് തുറന്നു പക്ഷെ അപ്പുറത്തെ മറ്റേ ഡോറ് ക്ലോസ് ആയിട്ട് കിടക്കുകയും കൂടി ആണെന്നുണ്ടെങ്കിൽ എങ്ങനെ ഇത് മുന്നോട്ട് പോകും? അതും തന്നെ ആ ക്ലോസ് ആയി കിടക്കുന്ന അവസാനത്തെ ഡോറിലൂടെ വേറെ കുറെ റൂമിലുള്ള ആളുകളെ പുറത്ത് വിടുകയും എന്നാൽ ഒരു റൂമിലുള്ള ആളുകളെ മാത്രം പുറത്തോട്ട് വിടാനോ അങ്ങോട്ട് കയറി പോവാനോ സമ്മതിക്കാണ്ടിരിക്കുകയും ചെയ്യുക. അപ്പൊ അങ്ങനെ വരുമ്പോൾ ആ ഒരു റൂമിലുള്ള ആൾക്കാർ ആദ്യത്തെ ആ ഡോറ് പോയി അടക്കില്ലേ എന്നൊരു ക്വസ്റ്റ്യൻ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അത് തന്നെ സംഭവിച്ചു എന്നുള്ളതാണ്. അതായത് ഇറാൻ ഹോർമൂസ് തുറന്ന സമയത്ത് ട്രംപ് സകല രാജ്യങ്ങൾക്കും UAE-ക്കും അതേപോലെ തന്നെ പാകിസ്ഥാനും അതേപോലെ തന്നെ ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ഡസൺ നന്ദി അറിയിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ ഇറാൻ 21 വരെ ഇത് തുറന്നു കിടക്കുകയും കൂടെ ചെയ്യും എന്നാണ് പറഞ്ഞത്. പക്ഷെ ഇറാനെതിരെയുള്ള ഉപരോധങ്ങളിലോ ഇറാനെതിരെ എടുത്തിട്ടുള്ള US നിലപാടുകളിലോ ഒരു തരത്തിലുള്ള മാറ്റം ഇറാന്റെ ആ ഒരു ആക്ട് ഉണ്ടാക്കിയില്ല എന്നുള്ളതാണ് വീണ്ടും ഇറാനെ പ്രകോപിപ്പിക്കാനുള്ള കാരണം. ഇതുവഴി യഥാർത്ഥത്തിൽ ട്രംപ് പണി കൊടുക്കുന്നത് ഇറാന് മാത്രമാണോ? അല്ല. ട്രംപ് പണി കൊടുക്കുന്നത് ട്രംപിന്റെ തന്നെ അല്ലെങ്കിൽ അമേരിക്ക തന്നെ സഖ്യകക്ഷികളായിട്ടുള്ള അല്ലെങ്കിൽ അലയായിട്ടുള്ള ഖത്തറിനും കുവൈത്തിനും അതേപോലെ തന്നെ ഒമാനും ഒക്കെ തന്നെയാണ്. ഇപ്പോൾ ഒമാനും സൗദി അറേബ്യക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ വേറെ ഇന്റർനാഷണൽ വാട്ടർ ബോഡീസ് അല്ലെങ്കിൽ സീ പോർട്ടുകൾ വേറെ ഉണ്ട് എന്ന് വെക്കാം. പക്ഷേ UAE-ന്റെയും ഖത്തറിന്റെയും ബഹ്റൈൻ്റെയും ഒന്നും അവസ്ഥ അതല്ല. അവർക്ക് വേറെ ഇല്ല. അവർക്ക് ഈ പറയുന്ന സ്ട്രൈറ്റ് ഓഫ് ഹോർമൂസ് അല്ലെങ്കിൽ ആ ഒരു കടലിടുക്ക് മാത്രമാണ് അവർക്ക് അവരുടെ ചരക്ക് നീക്കത്തിനായിട്ടുള്ളത്. വേറെ ഏത് മാർഗത്തിന് അവർ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിലും അതൊരു കോസ്റ്റ്ലി അഫെയർ ആണ്. അതേപോലെ തന്നെ ഈ ഖത്തറൊക്കെ ഏറ്റവും കൂടുതൽ പണം സമ്പാദിക്കുന്നത് ഓയിലിലൂടെയും അതേപോലെ തന്നെ LNG ഗ്യാസിന്റെ കയറ്റുമതിയിലൂടെയൊക്കെയാണ്. അപ്പോൾ ഇതൊന്നും ഇവർക്ക് കയറ്റുമതി ചെയ്യാൻ പറ്റാണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ സാമ്പത്തിക മേഖലയ്ക്ക് തന്നെയാണ് അടി കിട്ടുന്നത്. അതേപോലെ തന്നെ ഈ ഇൻവെസ്റ്റ്മെന്റ് ഹെവനായിട്ട് കാണിച്ചിരുന്ന UAE-ക്കും പണി കൊടുത്തുകൊണ്ടിരിക്കുകയാണെന്നുള്ള. അപ്പൊ സ്വന്തം കൂട്ടത്തിലുള്ള ആളുകൾക്ക് തന്നെ തിരിഞ്ഞു നിന്ന് കുത്തുന്ന പണിയാണ് ശരിക്കും ട്രംപ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനെതിരെ അല്ലെങ്കിൽ ഇത് ഓർമ്മിപ്പിക്കുന്നുണ്ട് പല സമയത്തും ട്രംപിന്റെ കൂടെയുള്ള ആൾക്കാർ തന്നെ. പക്ഷെ അണ്ണൻ ഇതൊന്നും ചെവി കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. അണ്ണൻ ആദ്യം കുറെ പോസ്റ്റുകൾ ഇടും, അണ്ണൻ കുറെ നന്ദി പറയും, പിന്നെ ഇറാൻ ഞങ്ങൾക്ക് അവരുടെ യുറേനിയം തരാന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറയും. അപ്പൊ ഇറാൻ പറയും ഞങ്ങൾ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയും. അതേപോലെ തന്നെ പീസ് ടോക്ക് നടത്താമെന്ന് ഇറാൻ സമ്മതിച്ചതായിട്ട് പറയും. പിന്നെ ഇറാൻ വന്നിട്ട് പറയും ഞങ്ങൾ അങ്ങനൊന്നും നടത്തിയിട്ടില്ല എന്നുള്ളത്. അപ്പോ വെറുതെ ഈ എക്സിലൂടെ അങ്ങ് കുറേ കാര്യങ്ങൾ അടിച്ചു വിടുന്ന പരിപാടിയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് അമേരിക്ക വിചാരിച്ചിട്ടുണ്ടാവുക അമേരിക്കയുടെ ഈ യുദ്ധക്കപ്പലുകളും അതേപോലെ തന്നെ ഡിസ്ട്രോയേഴ്സിന്റെ ഒക്കെ ഡിപ്ലോയ്മെന്റ് ആണ് ഇറാനെ പേടിപ്പിച്ചതും ഇറാൻ ഹോർമൂസ് തുറക്കാനുള്ള കാരണമായത് എന്നുള്ളതാണ്. അപ്പോൾ അവിടെ സംഭവിച്ചൊരു കാര്യമുണ്ട്. ഹോർമൂസ് തുറന്ന സമയത്ത് ഏകദേശം $80 പെർ ബാരൽ ഓയിലിന് റേറ്റ് കുറഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ ഹോർമൂസ് എന്ന് പറയുന്നത് അന്താരാഷ്ട്ര ഓയിൽ മാർക്കറ്റിനെ കൺട്രോൾ ചെയ്യുന്ന അല്ലെങ്കിൽ ഓയിൽ മാർക്കറ്റിൽ ഒരു ഹാൻഡുള്ള ഒരു പ്ലേസ് ആണെന്നുള്ളതാണ് അതിലൂടെ ഇറാൻ കാണിച്ചു തന്നത്. അപ്പോൾ വീണ്ടും ഹോർമൂസ് അടച്ച സമയത്ത് എന്താ സംഭവിച്ചേ? ക്രൂഡ് ഓയിലിന്റെ വില ഇനി കൂടും. അപ്പോൾ
ഈ അമേരിക്ക ഞങ്ങളോട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പണി അത് ഞങ്ങൾക്ക് മാത്രമല്ല തരുന്നേ, ആ പണി നിങ്ങൾക്ക് ലോകമൊട്ടാകെയാണ് തരുന്നതെന്നുള്ളത് ലോകത്തിനെ കൂടെ ഓർമ്മിപ്പിക്കുന്ന ഒരു പണിയാണ് യഥാർത്ഥത്തിൽ ഇറാൻ എടുത്തത്. ഹോർമൂസ് ബ്ലോക്ക് ചെയ്തതിന് ശേഷം കുറേ പ്രശ്നങ്ങളുണ്ട്. നമുക്കറിയാം, നമുക്ക് ഗ്യാസ് കിട്ടുന്നില്ല. നമ്മുടെ ഇവിടെ നയാരയും അതേപോലെ തന്നെ പല പമ്പുകളും പെട്രോളിന്റെ പൈസ കൂട്ടിയിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ രാജ്യത്ത് പെട്രോളിന്റെയും ഡീസലിന്റെയും പൈസ നിയന്ത്രിച്ചിരിക്കുന്നത് പെട്രോളിന്റെയും അതേപോലെ തന്നെ ഡീസലിന്റെ ഒക്കെ നികുതി വെട്ടിക്കുറച്ചുകൊണ്ടാണ്. നികുതി വെട്ടിക്കുറച്ചു സർക്കാർ. നികുതി കുറയ്ക്കുമ്പോൾ സംഭവിക്കുക എന്താ, കൂടിയത് ആ പെട്രോളിന്റെ വില കൂടിയത് നമുക്ക് എന്ത് ചെയ്യില്ല, അഫക്റ്റ് ആവില്ല എന്നുള്ളതാണ്. ഇപ്പോ നമ്മുടെ കേന്ദ്ര സർക്കാരും കേരള സർക്കാരൊക്കെ ഏർപ്പെടുത്തിയിട്ടുള്ള നികുതി അതേ നിലയിൽ തന്നെ നിൽക്കുകയും ഈ പ്രശ്നങ്ങൾ പോവുകയാണ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കറിയാം എങ്ങനെയായാലും നമ്മുടെ നാട്ടിൽ 1 ലിറ്റർ പെട്രോളിന് 110 120 കൊടുക്കേണ്ട ഗതികേടിലോട്ട് നമ്മൾ വന്നേനെ. അപ്പോൾ അതില്ലാണ്ടാക്കാൻ ഗവൺമെന്റിന് കിട്ടേണ്ടത് വെട്ടിക്കുറച്ചിട്ടാണ് ഇപ്പൊ പരിപാടികൾ മുന്നോട്ട് പോകുന്നത്. അപ്പൊ അങ്ങനെ സ്ട്രഗിൾ ചെയ്യാണ് നമ്മളടക്കം. അപ്പോ ഞങ്ങളെ ഉപരോധിക്കുക, ഞങ്ങൾക്ക് നാവിക ഉപരോധം ഏർപ്പെടുത്തുക എന്ന് പറയുന്നത് അത്ര സിമ്പിൾ കാര്യമല്ല. നിങ്ങൾ വളരെ സില്ലി ആയിട്ട് നിങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല എന്ന് വിചാരിച്ച് നിങ്ങൾ ഇരിക്കണ്ട എന്ന് ലോകത്തിനോട് കാണിച്ചു കൊടുക്കുകയാണ് ഈ ഏകദേശം ഒരു 24 മണിക്കൂർ നീണ്ടു നിന്ന ആ ഒരു ഹോർമൂസ് തുറക്കലിലൂടെ എന്നുള്ളതാണ്. ഇപ്പൊ പുതുതായിട്ട് വരുന്ന വേറെ കുറെ റിപ്പോർട്ടുകളുണ്ട്. ഹോർമൂസ് തുറക്കുകയും ഹോർമൂസ് തുറന്ന സമയത്ത് പാസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ള ഇന്ത്യൻ ടാങ്കറുകൾക്ക് നേരെ ഇറാൻ IRGC വെടിയുതിർത്തിട്ടുണ്ടെന്ന് പറഞ്ഞ സാധനം കൂടെ ഉണ്ട്. ഇതൊന്നും നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന പരിപാടിയൊന്നുമല്ല. അതായത് ഇറാനില് ഒരു പോർട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന നമ്മുടെ കപ്പലുകളെ ഇറാൻ ആക്രമിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു കാര്യമൊന്നും അല്ല അത്. പക്ഷെ ഇറാൻ പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ ആർക്കും അപായമോ അല്ലെങ്കിൽ ആർക്കും എന്തെങ്കിലും തരത്തിലുള്ള ഭീഷണിക്കോ വേണ്ടിയിട്ടല്ല, ഇത് അടച്ചു, ഇതൊരു പ്രതീകാത്മകമായിട്ടുള്ള ഒരു പരിപാടിയായിട്ടാണ് അവർ ചെയ്തതെന്നുള്ളതാണ് അവരിപ്പോൾ പറയുന്നത്. മാത്രമല്ല ഈ കാര്യങ്ങളെല്ലാം ഇന്ത്യൻ കപ്പലുകൾ അല്ലെങ്കിൽ ഇന്ത്യൻ നാവികസേന ഈ ഭാഗങ്ങളിൽ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ലോകത്തില് മാഡായിട്ടുള്ള ലുണാറ്റിക് ആയിട്ടുള്ള ഒരു മനുഷ്യൻ ചെയ്യുന്ന പ്രവർത്തികൾ ലോകത്തിൽ മൊത്തത്തിൽ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതിൻ്റെ പെർഫെക്റ്റ് എക്സാമ്പിൾ ആണ് ഈ പറയുന്ന ഹോർമൂസ് എന്ന് പറയുന്ന ഒരു 33 കിലോമീറ്റർ മാത്രം വീതിയുള്ള ഒരു സ്ട്രെയിറ്റ് എന്ന് പറയുന്നത്. ആ സ്ട്രെയിറ്റിലൂടെയുള്ള കപ്പൽ ഗതാഗതം ഏകദേശം 150 200 കപ്പലുകൾ ഒരു ദിവസം കടന്നു പോയിരുന്നു എന്നാണ് പറയുന്നത്. അതിന് പകരമായിട്ട് ഇപ്പൊ പോകുന്നത് 10 15 ആണ്. യുദ്ധം മൂർച്ഛിച്ചു നിന്ന സമയത്ത് പോയത് ഏകദേശം 3 കപ്പലുകളാണ്. അത് മാത്രമല്ല ഈ പോയി വരുന്ന 10 15 കപ്പലുകൾ എന്ന് പറയുന്നത് ചൈനയുടെ കപ്പലുകളാണ്, അല്ലാതെ വേറൊരു രാജ്യത്തിൻ്റെയും പോകുന്നില്ല. താടിയുള്ള അപ്പനെ തൊടാൻ എന്തായാലും ട്രംപണ്ണൻ കുറച്ച് താടിയില്ലാത്ത ട്രംപണ്ണൻ കുറച്ച് ബുദ്ധിമുട്ടെന്നുള്ള കാര്യത്തിൽ വേറെ സംശയമൊന്നുമില്ല. അപ്പോൾ ഈ നന്ദി പറച്ചിലുകളും ഈ പറയുന്ന പ്രഹസനങ്ങളെല്ലാം വെറുതെ ആയി പോയി എന്നുള്ളതാണ്. സ്റ്റിൽ ഹോർമോസിനെ കൺട്രോൾ ചെയ്യുന്നത്, ഹോർമോസിന്റെ കടിഞ്ഞാൻ ഇറാന്റെ കയ്യിലാണ് തന്നെയാണ് ഈ കാര്യങ്ങളെല്ലാം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് എന്നുള്ളതാണ്.